Good evening. Life is a gift from God. Return your love and devotion by sincerity and hard work. Let's start today's wonderful episode of Superstar. Let's welcome our wonderful panel of judges. Yes, Sharath sir, Alphonse sir, and our beautiful Mahadi ma'am. Welcome judges, and I welcome our strong pillar, our orchestra team, X Band. Yes, നമ്മുടെ സൂപ്പർ സ്റ്റാറിൽ സെമി ഫൈനൽ റൗണ്ട് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി ഇളയരാജ സാറിന്റെ തമിഴ് ഹെഡ്സിനായി വരുന്നു ദേവിക. ഐ വെൽക്കം ഹർ ഓൺ സൂപ്പർ സ്റ്റാർ. ഹായ്, ഈ സെമി ഫൈനൽ സ്റ്റേജിൽ ഇളയരാജ സർ ഹിറ്റ്സ് റൗണ്ടിൽ ഞാൻ പാടാൻ പോകുന്ന പാട്ട് ചിന്ന ചിന്ന വണ്ണക്കുയിൽ എന്ന സോങ് ജാനകിയമ്മ പാടിയത്. ഈ പാട്ട് എനിക്ക് എങ്ങനെ പാടാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കോൺഫിഡൻസ് ഉണ്ട്, പക്ഷേ നല്ല ടെൻഷനുണ്ട്. സെമി ഫൈനൽ സ്റ്റേജ് എത്തിയിരിക്കുകയാണ്. എല്ലാവരും വേണ്ടി എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കണം പ്ലീസ്.
ദേവിക കുട്ടി എന്തോ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയോ? ചിരിയിൽ എന്തൊക്കെയുണ്ടല്ലോ. പോട്ടെ. എന്തായാലും നമുക്ക് എന്തായാലും ഓർക്കസ്ട്ര ടീമിനൊപ്പം നമുക്ക് ധനുഷയും ശരണ്യയും സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അവർക്ക് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് അല്ലേ? യെസ്. ഓക്കെ. അപ്പം കുറച്ചൊക്കെ ഒരു ചെറിയൊരു ഹാപ്പിനെസ് കുറവുണ്ടോ? ഉണ്ട്. അപ്പം നമുക്ക് നേരെ കമൻസിലേക്ക് പോവാം അല്ലേ? ശരത് സർ. ദേവിക, ഞങ്ങൾ ഈ പാട്ട് കേട്ടതിന് ശേഷം ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ചേർന്ന് ഒരു പാട്ട് ദേവികയ്ക്ക് വേണ്ടി പാടണമെന്ന് തോന്നുന്നു. പാടിക്കോട്ടെ? അനുവാദം തരുമോ? അഗ്രീഡ്. ഓക്കെ. പാട്. Day to you, happy birthday to you, happy birthday dear Devika, happy birthday to you. Thank you. അണ്ടാ, ഞങ്ങൾക്കിതിൽ 100 മാർക്കും കിട്ടി. അത് ഞങ്ങളുടെ വിരുത്. ഇതിനിടയ്ക്ക് പാർട്സ് വേറെ, സ്പെയർ പാർട്സ് അടുത്തിരുന്നിട്ട്. അപ്പോൾ ദേവിക, നമുക്ക് പാട്ടിലേക്ക് വരാം അല്ലേ? എങ്ങനെ തോന്നി? സാറില്ല, തെറ്റിച്ചു ഞാൻ ഇടയ്ക്ക് വെച്ച്. അത് കുഴപ്പമില്ല, വരിയൊക്കെ മറന്നുപോയി. ദേവിക ഇത് ശരിക്കും പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ? ശരിക്കും ആ പാട്ടിൻ്റെ ഒരു എന്താണ് അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചോ ദേവിക? സെക്കൻഡ് പാരഗ്രാഫ് വന്നപ്പം എനിക്കത് പോയി കഴിഞ്ഞ് പിന്നെ പാരഗ്രാഫ് എന്നൊന്നും പറയാതെ, എനിക്ക് പേടിയാവും. ചരണം വന്നപ്പോ ഞാനത് തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത് കുഴപ്പമില്ല. അതിന് മുമ്പ് വരെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ തുടക്കം പോലെ ഇപ്പൊ ആദ്യം എന്താ പാടിയ മോള് നാനാനാന്ന്, പിന്നെ ലാലാന്നാക്കി. എന്താണ്? എനിക്ക് ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ, ബർത്ത്ഡേ ഒക്കെ അല്ലേ, ഇന്ന് ഇച്ചിരി സ്വാതന്ത്ര്യം എടുത്തോ, കുഴപ്പമില്ല കേട്ടോ. തെറ്റിച്ചാലും കുഴപ്പമില്ല, മാർക്ക് കുറയുന്നേ ഉള്ളൂ. നാനാന വിട്ടേക്ക്. അതൊന്ന് പാടിക്കേ. അതിന് ശേഷമുള്ള പുരിയാതല്ല. അതൊക്കെ പ്രധാനമായിട്ടുള്ളത്. അത് തന്നെ പുരിയാത ആനന്ദം. ഒന്ന് പാടിക്കേ. പുരിയാത ആനന്ദം പുതിதாக ആരംഭം പുത്താടും ആരംഭം പുതിதாக ആരംഭം ആരംഭം പുതിதாக ആരംഭം ആരംഭം പുത്താടും തേൻമുട്ട് മതി. നാനാനാനാ അത്ര വേണ്ട. അപ്പൊ നാനായിക്ക് കുറേയും കൂടെ പേജസ് വെക്കേണ്ടി വരും. കുറച്ച് മതി കേട്ടാ. പിന്നെ ആ ചരണം മല്ലികൈ സൂടിക്കൊണ്ടേ മങ്കന, അതൊക്കെയാണ് ഈ പാട്ടിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഐറ്റം. മങ്കയ്ക്കുൾ കാതൽ വെള്ളം ഗംഗൈ പോലോട കണ്ടേൻ ഇൻപത്തിൻ ഇല്ലയോ ഇല്ലയേ ഇല്ലയേ എന്തിനാരാ തൊല്ലയേ തൊല്ലയേ നീരാന. മോൾ അതിൻ്റെയൊക്കെ ആ ഒരു സുഖം ധാരാന നേരാന എന്ന് പാടുമ്പോൾ അതൊരു വെറും ആ ഒരു സംഗതിയായിട്ട് അതിനെ മോള് കണ്ടോ എന്നാണ് എൻ്റെ സംശയം. എന്ന് പാടുമ്പോൾ അതിലൊരു എക്സ്ട്രാ സുഖം വേണം. ഇപ്പം ജാനകിയമ്മ പാടിയേക്കുന്ന അറിയാമല്ലോ, ഒറ്റ ആളേ ഉള്ളൂ അങ്ങനെ ഒരാൾ. ഒരു കിടില സാധനം. അല്ലാണ്ട് എനിക്ക് അമ്മയെപ്പറ്റി ഒന്നും പറയാനില്ല. എന്ത് പാട്ടാണെങ്കിലും, ഇതോ ഇനി ഐറ്റം നമ്പർ ആണെങ്കിൽ അത്, ക്ലാസിക്കലാണെങ്കിൽ അത്, എന്ത് കൊടുത്താലും ചുമ്മാ ആ ചെറിയ ബുക്കും കൈ പിടിച്ച് നിന്ന് കൂളായിട്ട് ആ അമ്മ പാടും. ഡാൻസിങ് ചെയ്യത്തുള്ള, പക്ഷേ ഡാൻസ് മുഴുവൻ തൊണ്ടയിലുണ്ടാവും, സംഗതി മുഴുവൻ തൊണ്ടയിലുണ്ടാവും. അതാണ് ജാനകിയമ്മ. ഈ ഒരു അവസരത്തിൽ ഈ രണ്ടുപേരെയും ഞാൻ എന്താ പറയണ്ടേ, നമുക്ക് എനിക്ക് എൻ്റെ അമ്മയുടെ കൂട്ടാണ് ജാനകിയമ്മ. അത്ര സ്നേഹമുണ്ട്. അമ്മയും ഞാൻ ഓർക്കുന്നു. പിന്നെ ഞാൻ കണ്ട ഏറ്റവും വലിയ സംഗീത സംവിധാനം രാജാ സാറിനെയും ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഓർക്കുന്നു. താങ്ക് യു സർ. അൽഫോൻസ് സർ. ദേവിക, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. പ്രത്യേകിച്ച് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ മ്യൂസിക് സീരിയസ് ആയിട്ട്
അറിയാൻ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഘടകങ്ങൾ തിരിച്ചറിയാനും അതിന് പ്രത്യേകിച്ച് കോഡ്സ്, അതിൻ്റെ സ്ട്രിങ് അറേഞ്ച്മെൻറ്റ് ഇതൊക്കെ ഇങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി തുടങ്ങിയൊരു സമയമായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പടത്തിൽ. മാത്രമല്ല ആ ഒരു കാലഘട്ടത്തിലെല്ലാ രാജാ സാറിൻ്റെ പുതിയ പടം ഇറങ്ങിയ ഉടനെ പോയി കാസറ്റ് വാങ്ങിക്കുക, കേൾക്കുക എന്നുള്ളതാണ്. അത്ര ഇഷ്ടമായിരുന്നു എനിക്ക്. ഏറ്റവും കൂടുതൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ സ്ട്രിങ് അറേഞ്ച്മെൻറ്റ്സാണ്. ഞാനിങ്ങനെ ഇരുന്ന് ഇങ്ങനെ കേൾക്കും. ഞാൻ തനിയെ ഒന്നിനും വേണ്ടിയിട്ടല്ല, പക്ഷെ ഞാനിങ്ങനെ ഇരുന്ന് എഴുതാൻ. അതുപോലെ ബേസിൻ്റെ നോട്ട്സ് ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ കാണാപ്പാടമൊക്കെ പഠിക്കുമായിരുന്നു. എന്നിട്ട് ചുമ്മാ കൂടെ പാടി നോക്കുക, അങ്ങനെയൊക്കെ. അപ്പം ആ ഒരു കാലഘട്ടത്തിലുള്ളൊരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടുമാണ്. പിന്നെ അപ്പോൾ അത്രയും ഒരു സോങ്ങിനെ നമുക്ക് കുറച്ചും കൂടി നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ദേവികയ്ക്ക് അത് പറ്റുന്ന ഒരു കുട്ടിയാണ്, പാടിയിട്ടുമുണ്ട്. പക്ഷെ കുറേയും കൂടി അതിനകത്തേക്ക് ഇൻവോൾവ്മെൻറ്റ് വേണം എന്ന് തോന്നി. ലിറിക്കിൻ്റെ നമുക്ക് തെറ്റിപ്പോവുക, അത് യാദൃശ്യമാണ്. അങ്ങനെ എന്താ പറയുക, അത് അല്ല, യാദൃശ്യം എന്ന് വെച്ചാൽ സാധാരണ അത് അങ്ങനെ ഉണ്ടാകാം. പക്ഷേ അവിടെ നമ്മൾ തളർന്നു പോകരുത്. ആ ഒരു കാര്യത്തിൽ നമ്മളുടെ അതുവരെയുള്ള എല്ലാ കോൺഫിഡൻസും പോയതായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. മുഖത്തും അവിടെയുള്ള പെരുമാറ്റത്തിൽ നിന്ന് നമുക്കത് മനസ്സിലായി. അപ്പം അങ്ങനെ വരരുത്. ഒരു പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പല കാര്യങ്ങളും സംഭവിക്കാം. നമ്മൾ അപ്പോഴും അവിടെ നിന്ന് നമ്മളുടെ മനസാന്നിധ്യത്തിൽ നിന്ന് നമ്മളുടെ മുഖത്തെ പ്രസന്നതയൊന്നും മാറരുത്. ആ സന്തോഷത്തിൽ തന്നെ നിന്ന് അതിനെ ഡീൽ ചെയ്യാനായിട്ട് നമ്മളൊന്ന് പഠിക്കണം. പിന്നെ ക്ലാരിറ്റി, ഇപ്പോൾ പാടുമ്പോൾ സംഗതികളുടെ ക്ലാരിറ്റി എന്നുള്ളതിനേക്കാളും, പ്രത്യേകിച്ച് ഈ പാട്ടുകൾക്കൊക്കെ അത് ശരത്തേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞു, ഒരു ഭാവമുണ്ട് ശരിക്കും അതിൻ്റെ അകത്ത്. അതിൻ്റെ സ്ട്രക്ചറിനേക്കാൾ അപ്പുറത്ത് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്. അതിന് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. എന്നിട്ട് അതിനെ നമുക്ക് അതുപോലെ തന്നെ കൊടുക്കാൻ സാധിക്കുക. അവിടെയാണ് ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി അതിൻ്റെ വിജയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ദേവികയുടെ നല്ലൊരു സോങ് സെലക്ഷൻ ആയിരുന്നു. അറ്റംപ്റ്റും ചെയ്തിട്ടുണ്ട്, എങ്കിലും ശ്രദ്ധിക്കേണ്ട ഒത്തിരി മേഖലകളുണ്ടായിരുന്നു കേട്ടോ. സാരമില്ല, വിഷമിക്കേണ്ട. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. മഹതി മാം. ദേവിക, ഉഗ്രൻ സോങ് സെലക്ഷൻ. ഓക്കെ, താങ്ക് യു മാം. ഇത് ഇഷ്ടമാവാത്ത ഒരാളും ഞാൻ കണ്ടിട്ടില്ല ഈ പാട്ട്. വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ഓഫ് ജാനകിയമ്മ ഓൾസോ. ഞാൻ ഒത്തിരി ഷോസിൽ ജാനകിയമ്മയുടെ പാട്ട് പാടാൻ പറഞ്ഞ ഇതും ഊരുസനം ഇതൊക്കെയാണ് മൈ മോസ്റ്റ് ഹോട്ട് ഫേവറേറ്റ്സ്. സോ ഞാൻ രാജാ സാറിൻ്റെ ഡൈ ഹാർഡ്, അതിന് ഡിവോട്ടി എന്ത് വേണമെങ്കിൽ പറയാം. സോ വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ്. ദേവിക, എനിക്ക് തോന്നിയ ദേവികയുടെ സിംഗിങ്ങിൽ ഇറ്റ് വാസ് വെരി മെക്കാനിക്കൽ. ഓക്കെ, ഇങ്ങനെ ദേവികയുടെ അടിച്ചു പൊളിച്ച പാട്ടിൽ ദേവിക കാണിക്കുന്ന ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. ദേവികയുടെ എത്രയോ പെർഫോമൻസസ്, നല്ല പെർഫോമൻസസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പാട്ടിൽ എന്തോ ഒരു കോൺഫിഡൻസ് കുറവ്. ഓൾ ദ സംഗതീസ് വാസ് ജസ്റ്റ് ലൈക്ക് ടു ദ പോയിന്റ്, ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ദർ വാസ് നോ ഇമോഷൻ. യു ഡിഡ്ന്റ് ഫീൽ ഫോർ ഇറ്റ്. നോ, എന്തെങ്കിലും ചെറിയ ടെൻഷൻ അബൌട്ട് ദ സോങ് കിടക്കുന്നുണ്ടായിരുന്നു മൈൻഡിൽ? ലിറിക്സ് ആണോ പ്രശ്നം, അല്ല വേറെ എന്തെങ്കിലും ആയിരുന്നോ? സെക്കൻഡിൽ വന്ന ലിറിക്സ് ആയിരുന്നു. അല്ലെങ്കിൽ അതിന് മുമ്പ് ഞാനത് അങ്ങനെ ഇതിനു വേണ്ടി പഠിച്ച പാട്ടാ. സ്റ്റേജിൽ പ്രസന്റ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഈ നമ്മുടെ സൂപ്പർ സ്റ്റാറിൽ കഴിഞ്ഞ റൗണ്ട്സിലും മുമ്പ് കുറെ പാടി ശീലമില്ലാത്ത പാട്ടുകളല്ലേ പെർഫോം ചെയ്തോണ്ടിരുന്നത്. കുറച്ചുകൂടി അതെ. അപ്പോൾ അതിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഈസ് ഇതിൽ തോന്നിയില്ല. ഭയങ്കര മെക്കാനിക്കലായിട്ട് യുനോ പാടി, അങ്ങനത്തെ ഒരു ഇൻവോൾവ്മെന്റ് കുറവ് തോന്നി. അത് ദേവികയ്ക്ക് ടെലികാസ്റ്റ് കണ്ടാൽ മനസ്സിലാവും തോന്നുന്നുണ്ട്. സോ ദാറ്റ് വാസ് എ ബേസിക് പ്രോബ്ലം ഐ ഫെൽറ്റ്. ആൻഡ് ആസ് യൂഷ്വൽ സെക്കൻഡ് ചരണം മേനിക്കുൾ കാറ്റ് വന്ന് മെല്ലെത്താൻ ആടക്കണ്ടേ, ദാറ്റ്സ് ഓക്കെ. ലിറിക്സ് ഒക്കെ എല്ലാവരും മറന്നു പോകും. കയ്യിൽ എഴുതി വെച്ച സ്ഥിതിക്ക് ഒന്ന് BGM കഴിയുന്ന സമയത്തൊന്ന് നോക്കായിരുന്നു. മൂന്നാമത്തെ വരിയിൽ കിട്ടിയത് ആദ്യത്തെ വരിയിൽ കിട്ടിയിട്ടുണ്ടാവും. റൈറ്റ്? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇറ്റ്സ് ഓക്കെ ദേവിക, ഹാപ്പൻസ്. ബർത്ത്ഡേ ഒക്കെ അല്ലേ, കുഴപ്പമില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ബർത്ത്ഡേ ബേബി അങ്ങനെ പറയണ്ട കേട്ടോ. അടുത്ത പ്രാവശ്യം ഇതൊന്നും തെറ്റിക്കരുത്. ഇത് പറഞ്ഞതൊക്കെ നമ്മൾ ഓക്കെ ആക്കി മേക്കപ്പ് ചെയ്തിട്ട് വേണം അടുത്ത പ്രാവശ്യം വരാൻ. ഓക്കെ, ആ വിശ്വാസത്തോടെ നമുക്ക് മാർക്കിലേക്ക് പോവാം. ശരത് സർ, പാടിയതിന് എത്ര മാർക്ക് പ്രതീക്ഷിക്കുന്നു? 18. വെരി ഗുഡ്.
17 മാർക്സ് മതിയോ? 21 മാർക്സ്. ഓക്കെ, 21 മാർക്കുണ്ട്. പാട്ടയാണെന്ന് നമ്മൾ കുറയ്ക്കുന്നൊന്നുമില്ല. പിന്നെ മറന്നു പോകുന്നത് നമുക്ക് സംഭവമല്ല. ട്യൂണൊക്കെ പാടിയല്ലോ, അതുകൊണ്ട് എന്ന് പറഞ്ഞ് വരി മറക്കരുത് കേട്ടോ. ഭയങ്കര ബോറാണ്. എങ്കിലും ദേവികയെ വിഷമിപ്പിക്കുന്നില്ല. 18 എന്ന് പറഞ്ഞത് ഒരു വൃത്തികെട്ട മാർക്കായിപ്പോയി. രാജാസാറിൻ്റെ ആ കോമ്പസിഷൻ ഒരു വാല്യൂ ഇല്ലേ, നിങ്ങളത് പാടി കുളമാക്കിയാലും. അപ്പോൾ അത് വെച്ച് നമ്മൾ മാർക്കൊന്നും കുറയ്ക്കത്തില്ല. 21 മാർക്സ്. 21 മാർക്സ്. അൽഫോൻസ് സർ? 21. 21. And Mahadi ma'am? 21. 21. That means 63. Yeah, it's good mark. അപ്പം എന്തായാലും നമുക്ക് നെക്സ്റ്റ് 2 റൗണ്ട് ഉണ്ട്. തെറ്റിക്കാതേക്കും പേടിയില്ലാതേക്കും ഒക്കെ പാടുക കേട്ടോ. All the very best. Thank you. Once more happy birthday. Thank you. Yes, with this sweet performance നമുക്ക് അടുത്തതായിട്ട് നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ടിന് വേണ്ടിയിട്ട് ദിൽ രാജ് വെയിറ്റ് ചെയ്യാണ്. എന്തായാലും നമുക്കൊരു ചെറിയ ബ്രേക്ക് ഉണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. വെൽക്കം ബാക്ക്. യു ആർ വാച്ചിങ് സൂപ്പർ സ്റ്റാർ. ദേവിക കുട്ടിയുടെ സ്വീറ്റ് പെർഫോമൻസ് ആണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. എന്തായാലും നെക്സ്റ്റ് ആയിട്ട് ദിൽ രാജിന്റെ സെമി ഫൈനലിലെ ഫസ്റ്റ് പെർഫോമൻസ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ട്. വെൽ, എന്തായാലും ഐ വെൽക്കം ദിൽ രാജ് ഫോർ സൂപ്പർ സ്റ്റാർ. ഹായ് വ്യൂവേഴ്സ്, ഞാൻ 4th സ്റ്റേജിൽ ആദ്യമായി പാടാൻ പോകുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ടിലാണ്. നൃത്തശാല എന്ന മൂവിയിലെ പൊൻവെയിൽ മണിക്കച്ച എന്ന പാട്ടാണ് പാടാൻ പോകുന്നത്. പൊൻവെയിൽ മണിക്കച്ചയഴിഞ്ഞു വീണു, സ്വർണ്ണ പീതാംബരമോലഞ്ഞു വീണു, കണ്ണന്റെ മന്മഥലീലാവിനോദങ്ങൾ സുന്ദരി വനറാണിയനുകരിച്ചു, സുന്ദരി വനറാണിയനുകരിച്ചു. സന്ധ്യയാ ഗോപസ്ത്രീതൻ മുഖം തൊടുത്തു, ചെന്തളിർ വെയിൽ താരനഖമർന്നു, സന്ധ്യയാ ഗോപസ്ത്രീതൻ മുഖം തൊടുത്തു, ചെന്തളിർ വെയിൽ താരനഖമർന്നു, രാജീവനയനന്റെ രതിവീണയാകുവാൻ രാധികേ, രാധികേ നീയും നീ ഒരുങ്ങിയില്ലേ, പൊൻവെയിൽ മണിക്കച്ചയഴിഞ്ഞു വീണു. കാഞ്ചന നോപുരങ്ങൾ അഴിച്ചു വച്ചു, കാളിന്തി പൂനിലാവിൽ മയക്കമായി, കാഞ്ചന നോപുരങ്ങൾ അഴിച്ചു വച്ചു, കാളിന്തി പൂനിലാവിൽ മയക്കമായി, കണ്ണന്റെ മാറിലെ മലർമാലയാകുവാൻ കാമിനി
സ്വർണ്ണ പീതാംബരമൂലഞ്ഞു വീണു കണ്ണന്റെ മന്മഥലീലാവിനോദങ്ങൾ സുന്ദരി വനറാണി അനുകരിച്ചു സുന്ദരി വനറാണി അനുകരിച്ചു. ശ്രീ വി ദക്ഷിണാമൂർത്തി സ്വാമികൾ ഈണം നൽകിയ വളരെ ബ്യൂട്ടിഫുൾ ആയ സോങ് ആണ് ദിൽരാജ് നമുക്ക് വേണ്ടി പാടിയതല്ലേ? അതെ. എങ്ങനെയുണ്ടായി പെർഫോമൻസ്? വിചാരിച്ച പോലെ അത്രയും നന്നായിട്ട് പാടാൻ പറ്റിയില്ല. ജഡ്ജസിനോട് ചോദിക്കാം. തീർച്ചയായിട്ടും നമുക്ക് ജഡ്ജസിനകത്ത് കമന്റ് ചോദിക്കാം. ശരത് സർ. ദിൽരാജ് സർ, നല്ല സെലക്ഷൻ. ആരാണ് സെലക്ട് ചെയ്ത മോന്? പാട്ട് സെലക്ട് ചെയ്തെന്ന് ആരാണ്? എൻ്റെ അമ്മയും ചേച്ചിയും കൂടി. നന്നായി, ഉഗ്രം പാട്ട്, രസമുള്ള പാട്ടാണ്. അത് കേൾക്കുമ്പം തന്നെ അതിനൊരു വല്ലാത്ത സുഖമാണ്. അത് നന്നായിട്ട് പാടി. അപ്പോൾ കുറച്ചും കൂടെ ദിൽരാജ് എപ്പോഴും പാടുന്ന അത്ര നന്നായില്ല. ദിൽരാജ് എല്ലാ സംഗതികളും വളരെ കൂളായിട്ട് വളരെ ഈസി ആയിട്ട് പാടുന്നതാണ്. ഈസി ആയിട്ട് വന്നു, പക്ഷെ അത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ഇന്ന് പാടുമ്പോൾ. മൊത്തത്തിൽ നല്ല പാട്ട്, ഇത് സുഖമാണ്. തറവാടിത്തുള്ള പാട്ടെന്നൊക്കെ പറയത്തില്ലേ, ഇതൊക്കെയാണ് കേട്ടോ. ഇവിടെ എങ്ങനെയുണ്ട് ഗിറ്റാർ? എവിടെ? വീട്ടിലാ ഗിറ്റാർ വെച്ച് പാടി നോക്കി ഈ പാട്ട്. അല്ല, നന്നായിരിക്കും. ചിരിക്കാൻ പറഞ്ഞല്ലോ, അത് നന്നാ. അതിന് വേറൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും കേട്ടോ. അത് ഒരു ലൈവ് ഷോ ഒക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. പാട്ട് മാറ്റി കളയരുത്. എൻ്റെ പുറയിൽ എന്തെങ്കിലും ഇട്ട് പ്രാണ്ടി പറിച്ചോ കേട്ടോ. നഖം അമരട്ടെ ഗിറ്റാറിൽ കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മാൻ. താങ്ക് യു സർ. അൽഫോൻസ് സർ. ദിൽരാജ് സർ, ഈ ഒരു പാട്ട് നമ്മൾ വർഷങ്ങളായിട്ട് കേട്ടിട്ടുള്ളൊരു പാട്ട് ദിൽരാജിൻ്റെ സ്വരത്തിൽ കേൾക്കുമ്പോൾ ഒരു വേറൊരു ഡിഫറെൻറ്റ് ഫീലാണ് തീർച്ചയായിട്ടും. കാരണം ദിൽരാജിൻ്റെ ഒരു രണ്ടറിങ്ങിൽ എന്തൊക്കെയോ ചില എലമെൻസ് ഉണ്ട്. അത് ഈ പാട്ടിന് ചേരുന്നതുകൊണ്ട് ചേരാത്തതുണ്ട്. പക്ഷെ അത് റൈറ്റ് രീതിയിൽ ദിൽരാജ് ഉപയോഗിക്കുന്നുണ്ട് പലപ്പോഴും കേട്ടോ. അപ്പം അതുകൊണ്ട് അതിനൊരു യൂണീക്നെസ് ഉണ്ട്, ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് ഹൈലൊക്കെ അവിടെ ദിൽരാജിനെ ഓട്ടോമാറ്റിക്കലി പാടുമ്പോൾ ഒരു ഭയങ്കര ഒരു സ്ട്രെങ്ത് കൊടുത്ത് പാടാൻ തോന്നുന്ന ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യുന്ന ചില ഏരിയകളുണ്ട്. അവിടെ നമ്മളൊന്ന് ഒതുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ചില ഏരിയകളാണ്, അത് നഷ്ടപ്പെട്ടു പോകും. കാരണം ഈ പാട്ടിനകത്ത് തന്നെ എന്താ പറയുക, സംഗതികളുടെ അല്ല, ഒരു ഭയങ്കര ഒരു സുഖമുണ്ട് ഇതിനകത്ത്. ഓരോ വരികൾ, ആ വരികളുടെ അർത്ഥത്തിന് ചേരുന്ന രീതി തന്നെയാണ് മാഷത് എല്ലാ ഇതുകളും കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത്. പിന്നെ സംഗതികളിൽ കുറേ ഭാഗങ്ങളൊക്കെ നല്ല ക്ലാരിറ്റിയിൽ വന്നു, ചില ഭാഗങ്ങൾ കുറച്ചും കൂടി ക്ലാരിറ്റി വരാമായിരുന്നു. എനിവേ, എന്തായാലും ദിൽരാജ് ഈ ഒരു പാട്ടിന്, ഇത്രയും പഴയൊരു പാട്ടിനെ കൺസീവ് ചെയ്ത് ഉള്ളിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പാടാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലസ് യു. പിന്നെ ഈ പാട്ട് സെലക്ട് ചെയ്തതിൽ അമ്മയോടും ചേച്ചിയോടും, ചേച്ചി അന്ന് കണ്ടപ്പോൾ അനീതിയാന്ന് വിചാരിച്ച്, അപ്പോൾ അനീതിയോടും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുക. ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലസ് യു. താങ്ക് യു സർ. മഹദി മാം. ദിൽരാജ് മാം, എനിക്ക് നല്ല ഇഷ്ടമായി. താങ്ക് യു മാം. The overall feel of the song was very nice. എനിക്ക് ദിൽരാജിൽ കണ്ട ഒരു ഫിനോമിനൽ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ഞങ്ങൾ പറയുന്നുണ്ടാവും ദിൽരാജിൻ്റെ സംഗതീസിൻ്റെ ടിമ്പർ ഒത്തിരി സ്പീഡുള്ള ഒരു, ഇങ്ങനെ മോട്ടർ ഓടിച്ച് എന്ന് പറഞ്ഞ പോലെ ഒരു യുനോ ദ ബ്രിഗ അങ്ങനെ വീഴാൻ കുറേ ചാൻസസ് കാണിക്കുന്നുണ്ട് ദിൽരാജ് പാടുമ്പോൾ. പക്ഷേ ഇന്ന് പാടിയ സംഗതീസൊക്കെ വാസ് ആ ടിമ്പറൊന്നും ഇല്ല, വെരി റിലാക്സ്ഡ് തിങ്, ബട്ട് നീഡഡ് ലോട്ട് മോർ ക്ലാരിറ്റി, ദാറ്റ്സ് ഓൾ. കുറേ പോർഷൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. കുറേ പോർഷൻസ് ആ രാധികയെ അത് കഴിഞ്ഞിട്ടുള്ള വാക്ക് എനിക്ക് കേട്ടില്ല, മനസ്സിലായുമില്ല. രാധികേ നീയും നീ ഒരുങ്ങിയില്ലേ,
ഒരുങ്ങിയില്ലേ, അതാ കേൾക്കാത്ത. ഓക്കെ, ദെൻ ഞാനും എഴുതിയിട്ടുണ്ട് അഴിച്ചു വെച്ചു. ദിവസ് അഗൈൻ ഞാൻ ഫസ്റ്റ് ചരണം കഴിയുന്നവരെ ഈ വെരി ഗുഡ്, ദിൽരാജിൻ്റെ ഈ ബ്രിഗേൻ്റെ സ്പീഡൊക്കെ കുറഞ്ഞ് നല്ല കറക്റ്റ് സ്പീഡിൽ തന്നെ ബ്രിഗ പാടുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിങ്ങനെ ആശ്വസിച്ചിരിക്കുമ്പോഴാണ് അഴിച്ചു വെച്ചുവിൻ്റെ സംഗതി ഇങ്ങനെ ക്രന്നായി പോകുന്നത്. ഓക്കെ, സോ അവിടെ തൊട്ട് അഗൈൻ ബ്രിഗേൻ്റെ സ്പീഡൊക്കെ ഒത്തിരി കൂടിപ്പോയി. അത് ദിൽരാജിന് പ്രോബ്ലി ടെലികാസ്റ്റ് കണ്ട കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ അഴിച്ചു വെച്ചു സ്പീഡ് എന്ന് എഴുതിയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ. വെരി മൈനർ പ്രോബ്ലംസ്, ബട്ട് വെരി കമൻഡബിൾ, വെരി നൈസ് സോങ്. താങ്ക് യു മാം. താങ്ക് യു മാം. പക്ഷേ ഹാപ്പി ആയിട്ടുള്ള കമൻസുകൾ കിട്ടിയിട്ടില്ലേ? ഓക്കെ, നമുക്ക് എന്തായാലും മാർക്സ് വയ്ക്കാം. ശരത് സർ. ദിൽരാജ് സർ, എത്ര മാർക്ക് പ്രതീക്ഷിക്കുന്നു ദിൽരാജ്? സർ തന്നെ പറഞ്ഞാൽ മതി. ഞാൻ പറയാം ഉറപ്പായിട്ട്. എന്നാലും അതാണ് 20. എല്ലാരും അങ്ങ് ഭയങ്കര താണനിലത്തെ നീരോടു. ഇത്രയും താഴരുത് മോനെ, ഒന്നും ഒഴുകത്തില്ല കേട്ടാ. 22 marks. Thank you, sir. 22 marks. Good. Alphonse sir. 22. Thank you, sir. 22. And Mahadi ma'am. 22. That means 66. Happy അല്ലേ? ഹാപ്പിയാണ്, പക്ഷേ ഇനിയും കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം അല്ലേ? അപ്പം എന്തായാലും സെമി ഫൈനൽ റൗണ്ടിൽ ഫസ്റ്റ് പെർഫോമൻസ് ആണ്. ഇനി ബാക്കിയുള്ള 2 പെർഫോമൻസും എപ്പോഴും ടോപ്പായിട്ട് നിർത്തണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. വെൽ, എന്തായാലും നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കാണാൻ പോകുന്നത് രവീന്ദ്രൻ മാഷ് സാറിൻ്റെ കമ്പോസിംഗുള്ള സോങ് ആണ്. ബട്ട് അതിനു മുമ്പ് ഒരു ചെറിയ ബ്രേക്ക് ഉണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. വെൽക്കം ബാക്ക്. യു ആർ വാച്ചിങ് സൂപ്പർ സ്റ്റാർ. ആദ്യമായി നമ്മൾ ഇളയരാജ സാറിൻ്റെ തമിഴ് ഹെഡ്സ് കണ്ടു ആൻഡ് നമ്മൾ ദിൽരാജിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ട് കണ്ടു. അടുത്തതായിട്ട് രവീന്ദ്രൻ മാസ്റ്റർ സാറിൻ്റെ കമ്പോസിങ്ങിലുള്ള പാട്ട് പാടാനായി എത്തുന്നു നമ്മുടെ അജിത്. ഐ വെൽക്കം ഹെം ഓൺ സൂപ്പർ സ്റ്റാർ. അടുത്തതായി ഞാൻ പാടാൻ പോകുന്നത് രവീന്ദ്രൻ മാസ്റ്റർ ഹിറ്റ്സ് റൗണ്ടിൽ ആനക്കെടുപ്പത് എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്. നന്നായി പഠിച്ചിട്ടുണ്ട്, നന്നായി പാടും എന്നുള്ള വിശ്വാസത്തോടുകൂടി കയറുകയാണ്. താങ്ക്സ്. അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ. അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ. കല്ല് കൊണ്ടേഴ് നിലയുള്ള കൊട്ടാരമുണ്ടേ. മുറ്റത്ത് ചെറിയ രത്നം പെറുക്കാൻ അത്തര കണ്ണികളെ ഒരു അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ. കല്ല് കൊണ്ടേഴ് നിലയുള്ള കൊട്ടാരമുണ്ടേ. നിരികരി നിരികരി നിരിനിതപ മമപ ഗഗരി ധനി ധനി ധരിക സരിഗ മവധനി ധരിഗരി ധനി ധപ മഗരി. മുത്തുക്കുടയുടെ കീഴിൽ പുഷ്പകിരീടം ചൂടി. മുത്തുക്കുടയുടെ കീഴിൽ പുഷ്പകിരീടം ചൂടി. പത്തരമാറ്റുള്ള പട്ടുകസവു കൊണ്ടുത്തരിയും ചുറ്റി. പത്തരമാറ്റുള്ള പട്ടുകസവു കൊണ്ടുത്തരിയും ചുറ്റി. നീ വരും ഈ വഴി പൂവിതറുന്നത് തങ്കത്തിനാവോ കാറ്റോ. അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ
പൊന്നുണ്ടേ മാണിക്യക്കല്ല് കൊണ്ടേഴ് നിലയുള്ള കൊട്ടാരമുണ്ടേ. തുറന്നു താലപ്പൊലികളൊഴിഞ്ഞു മാളിക വാതിൽ തുറന്നു താലപ്പൊലികളൊഴിഞ്ഞു ചെപ്പുക്കുടങ്ങളിൽ പൊന്നും കൊണ്ടൊരു മുഞ്ചലിലേറി ചെപ്പുക്കുടങ്ങളിൽ പൊന്നും കൊണ്ടൊരു മുഞ്ചലിലേറി നീ വരുമീ വഴി പൂവിതറുന്നത് സങ്കൽപ്പങ്ങളോ നീ വരുമീ വഴി പൂവിതറുന്നത് സങ്കൽപ്പങ്ങളോ കാറ്റോ കാറ്റോ അനക്കെടുപ്പത് പൊന്നുണ്ടേ ആയിരപ്പറ മുത്തുണ്ടേ മാണിക്യക്കല്ല് കൊണ്ടേഴ് നിലയുള്ള കൊട്ടാരമുണ്ടേ മുറ്റത്ത് ചെറിയ രത്നം പെറുക്കാൻ അത്തര കന്യകളെ ഒരു അനക്കെടുപ്പത് പൊന്നുണ്ടേ ആയിരപ്പറ മുത്തുണ്ടേ മാണിക്യക്കല്ല് കൊണ്ടേഴ് നിലയുള്ള കൊട്ടാരമുണ്ടേ. ധനം എന്ന ഫിലിമിന് വേണ്ടിയിട്ട് രവീന്ദ്രൻ മാഷ് നമുക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ചൊരു അമേസിങ് സോങ് ആണ് അല്ലേ? നന്നായിട്ട് പാടിയോ? പേടിയുണ്ടോ? ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോഴുണ്ടോ? ഇല്ല. മാർക്കും റിസൾട്ടും നമുക്ക് ചോദിക്കണം. പേടിയുണ്ടോ? ചോദിക്കാം. ഞാൻ കൂടുതലൊന്നും കുഴപ്പിക്കുന്നില്ല. നമുക്ക് നേരെ കമന്റ്സിലേക്ക് തന്നെ പോവാം. ശരത് സർ. അജിത്ത് നല്ല രസമുണ്ടായിരുന്നു അജിത്ത്. ഞാൻ എന്താ പറയുക, ഞാൻ കുറേ എൻജോയ് ചെയ്തു. ഇവിടെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഇരിക്കുമ്പോഴേ ഉള്ളൂ എനിക്ക് പ്രോബ്ലം. അല്ലാതെ ആ രസമുണ്ടായിരുന്നു അജിത്ത് പാടുന്നത് കേൾക്കാനും. മൊത്തത്തിൽ അവിടെയൊക്കെ ചില സംഭവങ്ങളൊക്കെ സംഭവിച്ചു എങ്കിലും അതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നില്ല. കാര്യം ഇതൊരു എന്താ പറയണ്ടേ, നമ്മളൊക്കെ ജീവിതത്തിൽ വല്ലപ്പോഴുമാണ് എൻജോയ് ചെയ്യാനൊരു അവസരം വീണ് കിട്ടുന്നത്. അങ്ങനെ അങ്ങ് എടുക്കും ഞാനിത്, അത്രേ ഉള്ളൂ. അജിത്ത് പക്ഷെ പഠിക്കണം കേട്ടോ. എപ്പോഴും നമ്മളങ്ങ് എൻജോയ്മെന്റ് മാത്രമായി പോകരുത്. കാരണം ഞങ്ങളെല്ലാം എൻജോയ് ചെയ്ത് മഹതിയും നമ്മളൊന്നും എഴുതിയിട്ടില്ല. അജിത്ത് ഇതാ ഇത് നോക്ക്, ഒന്നും എഴുതിയിട്ടില്ല. കാര്യം അജിത്ത് അത് എൻജോയ് ചെയ്യാൻ വേണ്ടി തന്നെ ഞാനിരുന്നു, അത് എനിക്ക് കിട്ടി. പക്ഷെ നമ്മളൊരു കോമ്പറ്റീഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ കുറേ കുഴപ്പങ്ങളുണ്ട്. അത് അജിത്ത് ഭാവിയിൽ ശരിയാക്കും എന്നുള്ളൊരു വിശ്വാസത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അൽഫോൻസ് സർ. അജിത്തേ, ഒരു ആനയ്ക്ക് എടുക്കാനുള്ള സാധനം ഉണ്ടായിരുന്നു അല്ലേ പാട്ടിനകത്ത്? ചേട്ടന്മാര് പറഞ്ഞിരുന്നു, ആറങ്ങനെ പറയുന്നു. എന്തായാലും അജിത്തിന്റെ ഒരു പ്രസൻസ് കൊള്ളായിരുന്നു കേട്ടോ. സംഗതി ഇതൊക്കെയാണെങ്കിലും അതൊന്നും ഒരു ടെൻഷനേ അല്ല. ആ സ്റ്റേജിൽ നല്ല ആ ഒരു സ്പിരിറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കൊള്ളാം. പിന്നെ ഡ്രസ്സിങ് എല്ലാം നന്നായിട്ട്. പിന്നെ പാട്ടിനെ കുറിച്ച് ചെറുതായിട്ടും പറഞ്ഞല്ലോ, പാട്ട് പഠിക്കണം നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട്. അതിനുള്ളൊരു സ്റ്റെപ്പ് ഓൾറെഡി അജിത്ത് തുടങ്ങി കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. അപ്പം അതങ്ങ് മുന്നോട്ട് ശക്തമായിട്ട് കൊണ്ടുപോവുക. പിന്നെ ഓരോ പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് അറിയുകയും ആരോടെങ്കിലൊക്കെ ചോദിക്കുകയും. പക്ഷേ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ നമുക്കൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എടുത്ത് പാടാൻ ബുദ്ധിമുട്ടാണ്. അതിന് പരിശീലനം ആവശ്യമാണ്, ചില നോട്ടുകൾ കൃത്യമായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക. പിന്നെന്താണ്, ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. അഹദി മാം. അജിത്ത് നന്നായിട്ടുണ്ടായിരുന്നു അജിത്ത്. ഞങ്ങൾ ശരത് സാറ് പറഞ്ഞ പോലെ ഒത്തിരി എൻജോയ് ചെയ്തു.
അജിത്തിന് തന്നെ അറിയാം കുറേ കുഴപ്പങ്ങളുണ്ടായിരുന്നു സിംഗിങ്ങിൽ. തിങ്ക് ആലാപ് തൊട്ട് തന്നെ യുനോ നമ്മൾ മ്യൂസിക്കലി നോക്കുമ്പോൾ ഒത്തിരി കുഴപ്പങ്ങളുണ്ടായിരുന്നു. അതൊന്നും എഴുതാൻ തുടങ്ങിയ ചിലപ്പോൾ പേപ്പർ മതിയാവില്ല. അത് കാരണം ഞങ്ങൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. ഓക്കെ, അജിത്തിൻ്റെ എന്താ പറയുക, ഓവറോൾ പ്രസൻസ് അബൌട്ട് ദ സോങ് വാസ് നൈസ്. ഓക്കെ, ആൻഡ് ഗുഡ്. അജിത്ത് ചില പോർഷൻസൊക്കെ യുനോ കൃത്യമായിട്ട് ഉണ്ടായിരുന്നു, നോട്ട് എ പ്രോബ്ലം. മറ്റതൊക്കെ അജിത്ത് അത് പഠിക്കാനായിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാവും. സോ ആ ഹാർഡ് വർക്ക് ഇത്രയും കൂടി നന്നായിട്ട് കൂട്ടുക. ഓക്കെ, അത്രേ ഉള്ളൂ. സോ ഓൾ ദി ബെസ്റ്റ് ടു യു അജിത്ത്. താങ്ക് യു മാം. സജിത്ത്, ഒത്തിരി ഹെൽപ്പ് ചെയ്തില്ലേ നമ്മുടെ ഓർക്കസ്ട്ര ടീം അല്ലേ? ചെയ്തു. അപ്പോൾ നമുക്ക് എക്സ് ബാൻഡിന് ഒരു വലിയൊരു ക്ലാപ്സ് കൊടുക്കാം അല്ലേ? യെസ്, നമുക്ക് എന്തായാലും അജിത്തിന്റെ മാർക്സിലേക്ക് പോവാം. യെസ്, ശരത് സർ. അജിത്തേ 19 മാർക്ക്. 19 മാർക്സ്. അൽഫോൻസ് സർ 19. ഓക്കെ. ആൻഡ് മഹദി മാം 19. സോ ടോട്ടൽ ഇസ് 57. സെമി ഫൈനൽസിൽ ഫസ്റ്റ് പെർഫോമൻസ് ആണ്. ഇനി 2 പെർഫോമൻസ് കൂടെ ബാക്കിയുണ്ടല്ലേ? അപ്പോൾ അതിൽ നന്നായിട്ട് പാട്ടൊക്കെ പഠിച്ചിട്ട് ടോപ്പ് സ്കോർ മേടിക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. യെസ്, ഹാപ്പിനെസ് ഇസ് നോട്ട് എ ഗോൾ, ഇറ്റ്സ് എ റിസൾട്ട് വാട്ട് വി അച്ചീവ്. വിജയത്തിനോടൊപ്പം നമുക്ക് കിട്ടുന്ന സമ്മാനമാണ് സന്തോഷം. ആ സന്തോഷം എപ്പോഴും നിലനിൽക്കട്ടെ എന്ന വിശ്വാസത്തോടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് സെഗ്മെന്റിൽ കാണാം. Until then, keep supporting your favorite superstar. ആടി